ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അരിപ്പൊടി വെച്ചുള്ള ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടിയുടെ ഫേസ് പാക്ക് തേക്കുമ്പോൾ ചില ആൾക്കാർക്ക് മുഖം ഡ്രൈ ആയിട്ട് പോകാറുണ്ട്. പിന്നെ ഓയിൽ സ്കിന്നുകാർക്ക് കുഴപ്പമില്ല, ഡ്രൈ സ്കിന്നുകാർക്കാണ് പ്രശ്നമുണ്ട്. മുഖമൊക്കെ ഇങ്ങനെ ഡ്രൈനെസ് ആകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ നമുക്ക് ആ ഒരു അരിപ്പൊടിയിലോട്ട് ഇച്ചിരി തൈരൊക്കെ മിക്സ് ചെയ്ത് തേക്കുവാണെങ്കിൽ ഓയിൽ സ്കിന്നുകാർക്ക് അത് ഇച്ചിരി ഒരു എണ്ണമയമൊക്കെ പോലെയൊക്കെ പിടിക്കും. ഭയങ്കര അസ്വസ്ഥതയായിരിക്കും, മുഖത്തൊക്കെ എണ്ണമയം പോലെയാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര ഒരു അസ്വസ്ഥതയായിരിക്കും കേട്ടോ. പക്ഷേ ഡ്രൈ സ്കിന്നുകാർക്ക് അത് കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ, ഓയിൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും പറ്റിയ ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. നമ്മൾ രാത്രിയിൽ കിടക്കാൻ നേരത്തെ ഒരു അരമണിക്കൂർ മുന്നേ ഈ ഒരു ഫേസ് പാക്കൊക്കെ തേച്ചിട്ട് നല്ല വൃത്തി കഴുകിയിട്ട് കിടക്കുന്നത് നോക്കുക. രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നല്ല ചേഞ്ച് അറിയാൻ പറ്റും. മുഖം നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാവും, കൂടെ തന്നെ മുഖം നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ടാവും കേട്ടോ. അടിപൊളി ഒരു ഫേസ് പാക്കാണ്. ടാൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറിക്കിട്ടും. പിന്നെ മുഖത്തെ പാടൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടു നോക്കാം കേട്ടോ. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് വേഗം തന്നെ തയ്യാറാക്കാവേ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഇതാ കുറച്ച് അരിപ്പൊടി ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുക്കുംബറിൻ്റെ ജ്യൂസാണ് കേട്ടോ. കുറച്ച് കുക്കുംബറിൻ്റെ ജ്യൂസും കൂടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഈ അരിപ്പൊടിയിലോട്ട് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കുക്കുംബറിൻ്റെ ജ്യൂസ് നമ്മുടെ മുഖത്തിലെ ടാനൊക്കെ പോകാനും മുഖം നല്ല ഗ്ലോ ആയിട്ട് കിട്ടാനൊക്കെ പറ്റിയ അടിപൊളി ഒരു സാധനമായിട്ട് കുക്കുംബറിൻ്റെ ജ്യൂസ്. കുക്കുംബറിൻ്റെ ജ്യൂസ് നമുക്ക് അറിയാം, കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് കുറയാനൊക്കെ സഹായിക്കുന്ന സാധനം കേട്ടോ. അപ്പോൾ കിടക്കാൻ നേരത്തോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ടി വി കാണുമ്പോഴോ പാട്ട് കേൾക്കുമ്പോഴോ, അല്ല ടി വി കാണാൻ പറ്റില്ലല്ലോ അല്ലേ, പാട്ട് കേൾക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ കിടക്കില്ലേ, അന്നേരം ചെറിയ കുക്കുംബർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് കണ്ണിൻ്റെ സൈഡിൽ അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിനും റിലാക്സ് ആവും, കണ്ണിൻ്റെ കറുപ്പും കുറയും കേട്ടോ. അപ്പോൾ നമുക്കിത് കുറേശ്ശെ ഒഴിച്ചെടുക്കാതെ ഒരുപാട് അങ്ങ് കുക്കുംബർ ജ്യൂസ് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പാക്ക് വെള്ളം പോലെ ആവും കേട്ടോ. അപ്പോൾ കുക്കുംബർ ജ്യൂസൊക്കെ ഒഴിച്ച് നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഗ്ലിസറിൻ കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഗ്ലിസറിൻ കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ ഗ്ലിസറിൻ കൂടെ അങ്ങ് ചേർക്കുമ്പോൾ നമ്മുടെ പാക്ക് അടിപൊളിയായിട്ട് തിളങ്ങും, നമ്മുടെ മുഖവും നല്ല അടിപൊളിയായിട്ട് തിളങ്ങും കേട്ടോ. പാക്ക് മാത്രമല്ല നമ്മുടെ മുഖവും തിളങ്ങും. അപ്പോൾ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്, അരിപ്പൊടി, കുക്കുംബർ ജ്യൂസ്, ഗ്ലിസറിൻ. നല്ല സൂപ്പർ ഒരു ഫേസ് പാക്ക് ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടി ഒന്ന് കുക്കുംബർ ജ്യൂസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഇതുപോലെ എണ്ണ ചേർത്ത് ഇതുപോലെ തന്നെയാണ് മുഖത്തങ്ങ് തേച്ച് കൊടുക്കണത്. മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോഴത്തേക്ക് ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് റെസ്റ്റിനിരിക്കട്ടെ. അപ്പോൾ മുഖമൊക്കെ നല്ല വൃത്തി കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. മുഖത്ത് തേച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് മുഖത്തങ്ങ് തേച്ച് പിടിപ്പിക്കണേ. ഇത് മുഖത്ത് മാത്രമല്ല, കൈകളിലും കാലിലും കഴുത്തിലും ഒക്കെ നമുക്ക് ഈ പാക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. തരികളില്ലാത്ത അരിപ്പൊടി ആയതുകൊണ്ടേ മുഖത്ത് തേക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. തരികളില്ലാത്ത അരിപ്പൊടി തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കഴുത്തിൽ തേക്കുന്നില്ലേ, നിങ്ങൾ തേക്കുമ്പോൾ കഴുത്തിലും കൂടെ തേക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് മുഖത്തങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വൃത്തിയിലൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കഴുകി കളയാം കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പം ഡ്രൈ ആവേ. അരിപ്പൊടിയല്ലേ, വേഗം തന്നെ ഡ്രൈ ആയിക്കോളും. അത് നമുക്ക് കഴുകിക്കളയാം. മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. മുഖത്ത് ഒന്ന് മാറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അരിപ്പൊടി മാത്രമല്ല, കുക്കുംബർ ജ്യൂസും നല്ലതാണല്ലോ, ബ്രൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ മുഖം ഡ്രൈ ആവില്ല കേട്ടോ. നമ്മളിതിൽ കുക്കുംബർ ജ്യൂസും ചേർത്തിട്ടുണ്ട്, കുറച്ച് ഗ്ലിസറിൻ കൂടെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖം ഡ്രൈനെസ് ആവത്തേയില്ല. അതുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ. ചില ഫേസ് പാക്കൊക്കെ തേച്ചാൽ
മുഖം നിറം വയ്ക്കാനൊക്കെ അടിപൊളിയായിരിക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വലിഞ്ഞു മുറുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ കുക്കുംബർ ജ്യൂസും ഇത്തിരി ഗ്ലിസറിനൊക്കെ ആഡ് ചെയ്ത് നമ്മൾ തേക്കുവാണെങ്കിൽ മുഖം ഡ്രൈനെസ് ആവില്ല, അടിപൊളിയായിട്ട് തിളങ്ങും കേട്ടോ. പിന്നെ നമ്മുടെ സ്കിന്ന് നല്ല ചെറുപ്പമുള്ളതാക്കി എടുക്കാൻ പറ്റും. കാരണം നമ്മളിതിൽ ഗ്ലിസറിൻ ചേർത്തതുകൊണ്ട്. ഗ്ലിസറിന് നമ്മുടെ എല്ലാ പാക്കുകളിലും കുറച്ച് ഗ്ലിസറിനൊക്കെ മിക്സ് ചെയ്ത് അങ്ങ് തേക്കുവാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും, പിന്നെ ചുളിവുകൾ ഉണ്ടാവില്ല, ചുളിവുകൾ വരാതെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പാക്കാണ്. അപ്പോൾ ഞാൻ മുഖം തുടച്ചിട്ടേ ഇല്ല കേട്ടോ, അങ്ങനെ മുഖമൊക്കെ വലിഞ്ഞങ്ങ് വരുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കഴുത്തും മുഖമൊക്കെ ശരിക്കും രണ്ടായിട്ട് വരും കേട്ടോ. ഞാൻ അധികം പാക്ക് മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളൂ. ഇപ്പം കുറച്ച് ദിവസമായിട്ട് കഴുത്തേക്ക് നമ്മുടെ മാറ്റിയൊക്കെ വെക്കും, പിന്നെ സമയം കിട്ടില്ല, പിന്നെ അത് ഞാൻ കൈകളിലൊക്കെ തേച്ച് കൊടുക്കുക. അപ്പോൾ നല്ല നിറവ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വരാതിരിക്കട്ടെ, നിങ്ങൾ മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് കൊടുത്തോളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് കഴുത്ത് തേക്കും, കാരണം നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. മുഖം ഇച്ചിരി വെളുപ്പും കഴുത്ത് ഇച്ചിരി ഇരുണ്ട നിറമായിട്ട്, എൻ്റെ കഴുത്ത് ഓൾറെഡി ഇരുണ്ട നിറം തന്നെയാണ് കേട്ടോ. ഇനി ഫേസ് പാക്കൊക്കെ തേച്ച് ചെറുതായിട്ടൊക്കെ മാറ്റം വരുന്നതാണ്. എൻ്റെ കൈകളൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം ടാൻ പിടിച്ച കൈ തന്നെയാണ്. പിന്നെ ചില പാക്കുകളൊക്കെ തേച്ച് നല്ല വ്യത്യാസം അറിയാൻ പറ്റും, കൈയൊക്കെ ഇത്തിരി നല്ല ബ്രൈറ്റ്നെസ് ഒക്കെ ഉണ്ടാവുക. പിന്നെ നമ്മൾ വീണ്ടും പാത്രം കഴുകും, തുണി കഴുകും വീഴുമ്പോഴത്തേക്കും അതൊക്കെ മാറും. അപ്പം ഇതൊരു ഫേസ് പാക്ക് ആണെങ്കിലും നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് തേച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാവേ. നിങ്ങൾ ഈ ഫേസ് പാക്ക് വൈകുന്നേരങ്ങൾ തേച്ചോളൂ കേട്ടോ. കിടക്കാൻ നേരത്ത് ഒരു അരമണിക്കൂർ മുന്നേ ഈ ഒരു ഫേസ് പാക്ക് മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം കഴുകി കളയുക. ഒരുപാട് അങ്ങ് ഉണങ്ങി വലിഞ്ഞ് മുറുകണമെന്നൊന്നുമില്ല, ഒരു 3/4 ഭാഗം ഉണങ്ങിയാലും മതി കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. ഒരുപാടങ്ങ് ഉണങ്ങി ഡ്രൈ ആയ ശേഷം കഴുകുമ്പോൾ നമുക്ക് ചുളിവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാടങ്ങ് ഉണങ്ങേണ്ട, ഒരു ഫേസ് പാക്കൊക്കെ ഇട്ട് ഒരു 3/4 ഭാഗമെങ്കിലും ഉണങ്ങിയാൽ മതി. മാക്സിമം ഒരു 15 മിനിറ്റ് അത്രയും മതി കേട്ടോ. അരിപ്പൊടി ആയതുകൊണ്ട് 15 മിനിറ്റിന് മുന്നെയെങ്കിലും അത്യാവശ്യം ഡ്രൈ ആയി വന്നോളും. പിന്നെ നമ്മളിതിൽ ഗ്ലിസറിൻ ചേർത്തുകൊണ്ട് ഒരുപാട് അങ്ങ് വലിഞ്ഞു മുറുകും ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ കിടക്കാൻ നേരത്തെ ഒരു അരമണിക്കൂർ മുന്നേ ഈ ഒരു ഫേസ് പാക്ക് നല്ലവണ്ണം മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് കൊടുത്തിട്ട് ഉണങ്ങിയതിന് ശേഷം കഴുകി കളഞ്ഞിട്ട് നോക്കൂട്ടോ, നല്ല വ്യത്യാസം അറിയാൻ പറ്റും. പ്രത്യേകിച്ചുള്ള ഒരു മോയ്സ്ചറൈസർ ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ഗ്ലിസറിൻ ചേർക്കുന്ന പോലെ ഇരിക്കും. ഞാൻ ഗ്ലിസറിൻ കുറച്ച് ചേർത്തുള്ളൂ, എന്നാൽ അത്യാവശ്യം തേക്കാൻ നല്ല സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങളത് തേച്ച് നോക്കൂട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലോ. വീണ്ടും നല്ല വീഡിയോസിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.